ഈ ബജറ്റിൽ കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 29ഓളം വരുന്ന പാക്കേജുകൾ, കേരള സംസ്ഥാനത്തിൻ്റെ പാക്കേജുകൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ധനമന്ത്രി അടക്കമുള്ളവർ കൊടുത്ത പാക്കേജ് പാടെ തള്ളുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ എയിംസ് പദ്ധതി, അതേപോലെ തന്നെ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള പരിപാടികൾ, ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ അടക്കമുള്ള റെയിൽവേ വികസനം അടക്കമുള്ള ഇടനാഴികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെച്ച ഈ ബഡ്ജറ്റിൽ യാതൊരു കാര്യവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കരിദിനങ്ങളും ആചരിച്ചു വരികയാണ്. കേന്ദ്രം വാഴുന്ന BJP സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്രത്തോട് കടുത്ത അവഗണനയാണ് നടത്തിപ്പോരുന്നത്. എന്താണ് ഇതിന് കാരണം? കേരളത്തിൻ്റെ അകത്ത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 10 വർഷത്തോളമായി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുകയാണ്. ഈ സംസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ ബജറ്റിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തെ തകർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് മോഡിയും നിർമ്മല സീതാരാമനും അടക്കമുള്ള മന്ത്രിമാർ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തെ കേന്ദ്രം ഇത്തരത്തിൽ മോശമായ സ്ഥിതിയിൽ ബഡ്ജറ്റിൽ നമ്മുടെ ഭൂപടത്തിൽ പോലും നമ്മൾ പെടുത്താതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം വച്ചൊരു ബഡ്ജറ്റിൽ കേരളം എന്നൊരു വാക്കില്ലോ, കേരളം എന്താ ഇന്ത്യയിലല്ലേ, ഞങ്ങൾക്കില്ലേ അവകാശം, പ്രതിഷേധം, പ്രതിഷേധം.